തട്ടകത്തിന്റെ കഥാകാരൻ കോവിലന്റെ 15ാം ഓർമ്മദിനത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. പുല്ലാനിക്കുന്നത്തെ വസതിയായ ഗിരിയിൽ കോവിലന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. നിരവധി പട്ടാള കഥകളും വെച്ചുകൊണ്ട് തന്നെ നിരവധി കഥകൾ നമ്മുടെ കണ്ടാണിശ്ശേരിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും നിരവധി കഥാപാത്രങ്ങൾ അടക്കം ഉൾക്കൊള്ളുന്ന ആ നിലയിൽ കഥാരചന രംഗത്ത് വ്യത്യസ്തമായ ശൈലി ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ പ്രിയപ്പെട്ട കോവിലൻ്റെ ഈ 15ാം അനുസ്മരണ വാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ശിരസ് നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷത വഹിച്ചു. ബീന അജിതൻ ദീപം തെളിയിച്ചു. തുടർന്നു നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ P. സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ലോകോത്തര എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസിന് സമശീർഷനാണ് മലയാളത്തിന്റെ കോവിലനെന്ന് P. സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ലാറ്റിൻ അമേരിക്കയുടെ തോറ്റംപാട്ടുകൾ എന്ന കോവിലന്റെ മാർക്വേസിനെക്കുറിച്ചുള്ള പഠനമാണ് മാർക്വേസിനെക്കുറിച്ച് ഭാരതീയ ഭാഷകളിൽ ആദ്യകാലത്ത് പുറത്തിറങ്ങിയ മികച്ച നിരീക്ഷണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിലിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ മൾബറി അവാർഡായിട്ടുള്ള സരസ്വതി വിഗ്രഹം അതിപ്പോൾ പരിപൂർണമായിട്ടും ചന്ദനത്തിൽ കടഞ്ഞെടുത്ത ആ സരസ്വതി വിഗ്രഹം കോവിലിനെനിക്ക് കൈമാറിയതാണ്. അതിപ്പോൾ ഞങ്ങൾ വീട്ടിൽ അമൂല്യമായി സൂക്ഷിക്കുകയാണ്. അതിനു മുമ്പ് തുടങ്ങുന്നതാണ് കോവിലിനുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധം. KF ഡേവിസ്, PRN നമ്പീശൻ, ഡോക്ടർ AM റീന, AD ആൻഡു, PJ സ്റ്റൈജു മാസ്റ്റർ, പ്രൊഫസർ M ചന്ദ്രമണി, MJ പൗർണിമ, ഡോക്ടർ അഭിലാഷ്, ഡോക്ടർ ശ്രീകല, ഡോക്ടർ VK നാരായണൻ, ഹരീഷ് നാരായണൻ, TV ജോൺസൺ, സുനിൽ ചുണ്ടൽ, KK ബക്കർ എന്നിവർ സംസാരിച്ചു.